ഫ്രണ്ട്സ്, വെൽക്കം ടു ആർച്ചീസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. വേറെ പുതിയ പ്രൊഡക്റ്റ് ഒന്നുമല്ല, ഇത് പഴയ പ്രൊഡക്റ്റ് തന്നെയാണ് ഗൈസ്. നിങ്ങൾക്കൊക്കെ അറിയാണ്ടാവും, അഡ്വാൻസ്ഡ് സ്നെയിൽ 96 സ്നെയിൽ മ്യൂസിയൻസ്. ഓക്കെ, ഇതാണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിത് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനതിൽ പറഞ്ഞു ഇത് ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് കറക്റ്റാണ്, ഓപ്ഷണൽ ആണ്. ഇപ്പോഴും ഞാനത് ഇങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ റൂട്ടീനിൽ ഇത് നിർബന്ധമായിട്ട് വേണമെന്ന് ഞാൻ പറയണമെന്നില്ല. ഇത് ഇപ്പോഴും ഓപ്ഷണൽ തന്നെയാണ് ഗൈസ്. ബട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഇതൊരു 100 ml പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഒരു 1600 ആ ഒരു റേഞ്ചിൽ വരും. ഓഫറൊക്കെ ഉണ്ടാവും ആമസോണിൽ, അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക ഗൈസ്, എന്നിട്ട് അതനുസരിച്ചിട്ട് മേടിക്കുക. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസറായിട്ട് വയ്ക്കും നമ്മുടെ ഫേസ്, മോയ്സ്ചറൈസറായിട്ട് വെക്കും നമ്മുടെ ഫേസ്. അതുകൂടാണ്ട് ഇതിൻ്റെ ഈ സ്നെയിൽ എസൻസ് കാരണം നമ്മുടെ ഫേസ് ക്ലിയർ ആവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇതിൽ എഴുതിയിട്ടില്ല ക്ലിയർ ആവുമെന്ന്, ബട്ട് ഹെൽത്തി ലുക്കിംഗ് സ്കിൻ എന്ന് എഴുതിയിട്ടുണ്ട്, സ്മൂത്ത് ആൻഡ് ഹെൽത്തി. ഓക്കെ, അപ്പോൾ എനിക്കൊക്കെ ഈ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നന്നായിട്ട് ബമ്പി ആയിരുന്നു എൻ്റെ സ്കിൻ, അങ്ങനെ ക്ലിയർ ആയിരുന്നില്ല. കുറേ പേരുടെ നല്ല ക്ലീൻ സ്കിൻ ഉണ്ടാവില്ലേ കൊറിയൻസിൻ്റെ ഒക്കെ, അതുപോലെ ആയിരുന്നില്ല എൻ്റെ സ്കിൻ കുറച്ച് നല്ല ബമ്പി ആയിരുന്നു. പിന്നെ എപ്പോഴും പിമ്പിൾസ് എൻ്റെ ഫേസിൽ എപ്പോഴും ഉണ്ടാവും, ആ ഒരു ടൈപ്പ് സ്കിന്നായിരുന്നു എൻ്റെ. ഓക്കെ, ഇത് യൂസ് ചെയ്തതിന് ശേഷമാണോ അതോ ഞാൻ സിറംസ് വേറെ യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്തിട്ടാണോ എന്ന് എനിക്ക് നല്ല ഐഡിയ ഇല്ല ഗൈസ്. ബട്ട് ഇത് ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഫേസിൽ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉള്ള സമയത്ത് മാത്രമാണ് ഇപ്പോൾ പിമ്പിൾസ് ഒക്കെ വരുന്നുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ പിമ്പിൾസ് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അതുകൂടാണ്ട് തന്നെ സ്പോർട്സ് മാർക്കൊക്കെ ഉണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വിറ്റമിൻ സി പ്ലസ് അൾഫാബിറ്റിൻ്റെ സിറമാണ് യൂസ് ചെയ്യണത്. അത് കാരണമായിരിക്കും ചിലപ്പോൾ സ്പോട്സ് ഒക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവണത്. ബട്ട് ഇത് യൂസ് ചെയ്തിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ചില ദിവസം എൻ്റെ സ്കിൻ ആക്ച്വലി ലൈക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്. ചില സമയത്ത് ഓയിലി ആയിട്ട് നിൽക്കും, എന്നാൽ ചില സമയത്ത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ വിൻ്റേഴ്സ് കുറച്ച് കൂടിയ കാരണം ഇപ്പോൾ ഡ്രൈ ആണ് സ്കിൻ. അപ്പോൾ ഞാൻ ഇതും പ്ലസ് മോയ്സ്ചറൈസറും കൂടി ആഡ് ചെയ്യും. ഓക്കെ, വിൻ്റേഴ്സ് അല്ലാത്ത സമയത്ത് ഞാൻ ഇത് ഒറ്റയ്ക്ക് ഇത് മാത്രം മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുള്ളൂ. ഇതിന് മേളിൽ ഞാൻ ഏതെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ എനിക്ക് സജഷൻ പറയാനുള്ളത് ഒന്നാണ്, ലൈക്ക് ഇപ്പം നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഓയിലി ആണെന്ന് വിചാരിക്കുക. നല്ല ഓയിലി സ്കിന്നും ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിന് മേളിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഭയങ്കര ഓയിലി സ്കിൻ പീപ്പിൾ ആണെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് മേളിൽ ഏതെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുക, നോ വരീസ്. ഓക്കെ, പക്ഷേ ഡ്രൈ സ്കിൻ പീപ്പിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ വിത്ത് എ മോയ്സ്ചറൈസർ ആസ് വെൽ. മീൻസ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഒരു മോയ്സ്ചറൈസറും കൂടി ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഫേസ് കുറച്ചെങ്കിലും മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കുള്ളൂ. ഓക്കെ, അതുകൂടാണ്ട് ഇത് ഈ ഒരു ബോട്ടിൽ എനിക്ക് ഗൈസ് ഒരു 2 months ഞാൻ ട്വൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ 2 വട്ടം യൂസ് ചെയ്യുന്നുണ്ട്, മോർണിംഗും നൈറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു പമ്പ് അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ 1.5 പമ്പ് എടുക്കുക. 2 പമ്പ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കില്ല, 1.5 പമ്പിൽ തന്നെ എൻ്റെ ഫേസും നെക്കും കവർ ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ ഫേസ് അനുസരിച്ചിട്ട്, ഇപ്പം നിങ്ങളുടെ കുഞ്ഞു ഫേസ് ആണെങ്കിൽ ഇത് 1 പമ്പ് തന്നെ ഇനഫാണ്. നന്നായിട്ട് സ്പ്രെഡ് ആവും, അങ്ങനെ കുറേ സമയമൊന്നും എടുക്കില്ല, നന്നായിട്ട് സ്പ്രെഡ് ആവും. ഇനി നിങ്ങളുടെ വലിയ ഫേസൊക്കെ ആണെങ്കിൽ 2 പമ്പ് എടുത്തോ, പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അപ്പോഴും 2 പമ്പ് എടുത്തോ, നോ ഇഷ്യൂസ്. അങ്ങനെ യൂസ് ചെയ്താലും നമുക്ക് അറൗണ്ട് 1.5-2 months ഒക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, നമുക്ക് ഒരു ബോട്ടിൽ മേടിച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അഫോർഡബിൾ ആണ്, ഈ പൈസ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല ഡിഫറൻസ് തരുന്നുണ്ട് ഫേസിന്. ഇനി നിങ്ങൾക്ക് അത്ര ഫിനാൻഷ്യൽ അത്ര ഇത് ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. എനിക്കൊക്കെ ലൈക്ക് ഇപ്പോൾ റീസെൻ്റ്ലിയൊക്കെ ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. മുമ്പ് അതൊന്നും നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല, അതിനുള്ള ബഡ്ജറ്റും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വേറെ കുറേ ത്രിതമിൻ്റെ ഉണ്ട്, വേറെ കുറേ ബ്രാൻഡ്സ് ഇതൊക്കെ സ്നെയിൽ എസൻസ് ഉള്ള പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. അതിൽ ആ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇത് മെയ്ഡ് ഇൻ കൊറിയൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ യു നോ റൈറ്റ്, കൊറിയൻ സ്കിൻ കെയറിന് ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര ഡിഫറൻസ് ആണ് അവരുടെ സ്കിൻ. അവർ ഭയങ്കരമായിട്ട് ഈ സ്കിൻ പ്രൊഡക്ട്സിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അതങ്ങനെ എഫക്റ്റീവും കൂടിയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്, ഈ സംഭവത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആണ്. പിന്നെ ഡ്രൈ സ്കിൻ
സ്കിൻ പീപ്പിൾക്ക് ഇപ്പോൾ ഇത് മേടിക്കുന്ന നിർബന്ധമൊന്നുമില്ല. നല്ല പ്രൈസ് അത്ര അഫോർഡബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അത് മാത്രം ഇനഫാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൂടാണ്ട് ഡ്രൈ സ്കിൻ ലൈക്ക് മറ്റേ എന്താ പറയുക ഓയിലി സ്കിൻ പീപ്പിൾ ആണെങ്കിലും എന്താ പറയുക ഇത് ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യുക, അപ്പോൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇത് പറ്റുന്നില്ല, ഇത് നടക്കാത്ത കാര്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു മോയ്സ്ചറൈസറിൽ ഇൻവെസ്റ്റ് ചെയ്ത് സെറാവേരെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഇങ്ങനെ ഫ്രാഗ്രൻസ് ഇല്ലാത്തതും എന്താ പറയുക സെറാമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. അങ്ങനത്തെ മോയ്സ്ചറൈസേഴ്സൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഷോർട്ട് റിവ്യൂ അബൌട്ട് ദിസ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ടൈം വേറൊരു പ്രൊഡക്റ്റ് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.